1987 എൻ്റെ കല്യാണം. പക്ഷെ ആദ്യത്തെ കുട്ടി മരിച്ചു. രണ്ടാമത് താമസിക്കാതെ വീണ്ടും ഗർഭമായതിൻ്റെ ശേഷം ഒരു 17 ദിവസം ആ കുട്ടി ജീവിച്ചത് മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളതിലാണ് കിടക്കുന്നത്. കുട്ടി നവജാത ശിശു കുട്ടികളുണ്ടാവില്ല, കയാതെ പ്രസവിക്കുന്ന 8-ാം മാസത്തിൽ പ്രസവിച്ചിരിക്കണ്. പക്ഷെ കുട്ടി വളർച്ചല്ല. ബൾബിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി ഇങ്ങനെ കിടക്കുന്നല്ലാതെ ആ കുട്ടി ആ വാർഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഇത്ര കാലിന്റെ കാര്യം തീരുമാനിച്ചത് ഷെയ്ഖുനെ അവിടെ അങ്ങോട്ട് പോയി. ഷെയ്ഖുനാന്റെ അടുത്തേക്ക് പോയി ഷെയ്ഖുനോട് കാര്യം പറഞ്ഞു, എൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടി ഇങ്ങനെ ആദ്യത്തെ ഒന്നും അറിയില്ല, കുട്ടി മെഡിക്കൽ കോളേജിലാണ്, വളരെ ഇതിലാണ്, തയ്യാറെ പ്രസവിച്ചതാണ്. ഷെയ്ഖുൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടി എന്താണെന്നല്ല ചോദിച്ചത്, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ചോദ്യം. ഫസ്റ്റത്തെ കുട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, ഫസ്റ്റത്തെ കുട്ടിയാ ചോദിച്ചു ഷെയ്ഖുന്, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കുട്ടിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കുട്ടി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു. ഈ കുട്ടി ജീവിക്കുകയില്ല. ഞങ്ങൾ കേട്ടക്കൂട്ടില്ല. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ കുട്ടിന്റെ വളരെ ഇതിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷെയ്ഖുനെ പറഞ്ഞ് നമുക്കൊരു വേചാറും തോന്നുന്നില്ല. ഷെയ്ഖുനെയാണോ പറയുന്നത്? ആദ്യത്തെ കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കുട്ടി ജീവിക്കില്ല. അപ്പോളെ ഈ കുട്ടീനെ പറ്റി അപ്പോളെ പറയുന്നുള്ളൂ, കുട്ടി ജീവിക്കുകയില്ല എന്നാണ്. പോവാം. ആ കുട്ടിയുടെ മരണം പോലും ഷെയ്ഖുനെ കാണുകയാണ്. അതാണ് ഇറങ്ങി. ഞാനും വലിയനും കൂടി അവിടെ ഇങ്ങോട്ട് ഇറങ്ങി. പോവാം. ഇങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് എത്തി. കുട്ടീൻ്റെ അരികത്തേക്ക് കുട്ടിക്ക് അസുഖം കൂടിയാണ്. പക്ഷെ ഷെയ്ഖുനാന്റെ അടുത്ത് ജീവിക്കൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതിപ്പോൾ അനുഭവത്തിൽ വരികയാണെന്ന് മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു വരികയാണ്. മറ്റങ്ങോട്ട് കൂടിയാണ്. അപ്പം മനസ്സിലായിക്കൂല, കുഞ്ഞബലി കളിക്കുന്ന മുഴുവനും ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആ ഒപ്പിക്കൽ കൊണ്ടുവന്ന് സാധനം കൊണ്ടല്ലൊക്കെ നിർത്തി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി ഏതായാലും ഒപ്പിട്ട് കൊണ്ടുപോകാം, ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പെരിയിൽ കാണുന്നവർക്ക് കാണുകയും ഒക്കെ ചെയ്യല്ലോ എന്ന് പറഞ്ഞ് കുട്ടിനെ തരാൻ പറഞ്ഞപ്പം നഴ്സിനോട് പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പിതാവാണ്. നിങ്ങൾ എഴുതി തന്നെ പിതാവിന്റെ സ്വന്തം അത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടാണ്. ഞാൻ ഒപ്പിട്ടേരാണ്. ഒപ്പിട്ട് കൊടുത്തു ഇങ്ങോട്ട് വാങ്ങി കുട്ടീനെ കഴിയുമ്പോൾ കുട്ടിയുടെ കൈകളൊക്കെ കുത്തിട്ടിരിക്കുകയാണ്. രക്തം അവിടെ കയറ്റി രക്തം കയറ്റിക്കൊണ്ടേ നിൽക്കുകയാണ്. കുട്ടി എന്നിട്ട് ഊരിട്ട് പോയി രക്തം ഉണ്ടായിട്ട് പോകുന്നത്. അവിടെ വല്ലുന്ന പ്ലാസ്റ്റൊക്കെ വെച്ച് ഒട്ടിച്ച് നോക്കിയാണ് കുട്ടിനെ മാറ്റി പിടിച്ചാണ് കൊണ്ടുവന്ന് ടാക്സി വിളിച്ച് നമ്മളെ കോഴിക്കോട് വരെ വട്ടക്കളറിന്റെ അവിടെ എത്തി കുട്ടി മരിച്ചു. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഉളുപ്പില്ലാതെ മനസാക്ഷി കുത്തില്ലാതെ 2 മൊല്ലമാരിന്ന് തള്ളുകയാണ്. എന്തായി ചങ്ങായി പറഞ്ഞത്? ഇയാളെ ഭാര്യ ആദ്യം പ്രസവിച്ചു, ആ കുട്ടി മരിച്ചുപോയി. 2ാമത്തെ പ്രസവം മാസം തികയാതെ 8-ാം മാസത്തിൽ ഭാര്യ പ്രസവിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഇൻക്യുബേറ്ററിലിട്ടു. 1 മാസത്തെ വളർച്ച കുറവുണ്ടല്ലോ. ഈ 1 മാസത്തെ വളർച്ച കുറവുണ്ടായി. ഇയാൾ ആദ്യത്തെ കുട്ടി മരിച്ചു, 2ാമത്തെ കുട്ടി ഇങ്ങനായി. അപ്പോഴാണ് ഷെയ്ഖുനാനെ ഓർമ്മ വന്നത്. ഇത്രയും കാലം എൻ്റെ എല്ലാ കാര്യം തീരുമാനിച്ചു ഷെയ്ഖുനേ ഉള്ളൂ. അപ്പോൾ ഷെയ്ഖുനാൻ്റെ അടുത്തൊന്ന് പോകാം. അപ്പോൾ എന്തിനാണ് നിങ്ങളൊക്കെ ഈ ഷെയ്ഖുനാൻ്റെ ആൾക്കാരായിട്ട് പിന്നെ എന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് വണ്ടാൻ നിൽക്കുന്നത്? അതാണ് എനിക്ക് കൊടുത്താൻ കിട്ടാത്തത്. എന്തുണ്ടെങ്കിലും ഇവന്മാർ പായും ആദ്യം ഹോസ്പിറ്റലിലേക്ക്. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഷെയ്ഖുനാൻ്റെ അടുത്തൊക്കെ ഒന്ന് പണ്ടാൻ നടക്കല്. ഏതായാലും ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയപ്പോൾ മൂപ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് മൂപ്പരുടെ ഒരു ചോദ്യം, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? അപ്പൊ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു, അത് മരിച്ചേക്കണ്. അപ്പൊ ഉടനെ ഷെയ്ഖുനാന്റെ മറുപടി, ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. എങ്ങനെ ഉണ്ടാവും? അല്ലാതെ ആദ്യത്തെ കുട്ടി മരിച്ചിട്ടുണ്ട് എന്നാ പിടിച്ചോ, എനിക്ക് അടുത്ത കുട്ടി ഇതിനെ ഞാൻ രക്ഷപ്പെടുത്തി എന്നല്ല പറഞ്ഞത്. ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. ആദ്യത്തെ കുട്ടി മരിച്ചേക്കണ്, ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. ഇത് പണ്ട് ഒരാൾ ഹോട്ടലിൽ കയറിയ കഥ പറയാറുണ്ട്. ഹോട്ടലിൽ മുമ്പ് ചായ കുടിച്ച കുറേ പൈസ കൊടുക്കാണ്ട്. അപ്പൊ അത് ചോദിച്ചു കടക്കാരൻ ഇയാളോട്. അപ്പൊ പറഞ്ഞു, ആദ്യത്തെ കണക്ക് അവിടെ നിൽക്കട്ടെ, ഇപ്പത്തെ പിന്നെ തരാന്ന് പറഞ്ഞു. എന്നറിഞ്ഞ മാതിരി ആദ്യത്തെ കുട്ടിയായാലും മരിച്ചല്ലോ, ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. അങ്ങനെ ഇത് കേട്ടത് ബൊമ്പാഞ്ഞു മെഡിക്കൽ കോളേജിക്ക്. അപ്പൊ കുട്ടിനെ ഇൻക്യുബേറ്ററിൽ വെച്ചൊക്കെയാണ്. 8 മാസത്തെ വളർച്ച സംഭവം. 1 മാസം അതിനുള്ളിൽ കിടന്ന കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാം. ഇതങ്ങനെ അപൂർവ കേസൊന്നല്ല. അപ്പൊ ഷെയ്ഖുൻ എങ്ങനെ പറഞ്ഞ കൊള്ള ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല എന്ന്. പിന്നെ ആ കുട്ടി ജീവിച്ചിരുന്ന ഷെയ്ഖുനാന്റെ കറാമത്ത് ഒടയിലേ
അതിന് ക്ഷീണം പറ്റൂലേ? അപ്പൊ ഈ ഹംക്ക് എന്ത് ചെയ്തു? സ്വന്തം ചോരയിൽ പറഞ്ഞ കുട്ടീനെ നിർബന്ധമായിട്ട് അവിടുന്ന് പിടിച്ചു വാങ്ങി ഒപ്പിട്ടെടുത്തു, എനിക്ക് തന്നാളിന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ കുട്ടീൻ്റെ ശരീരത്തിൽ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കണം. അതൊക്കെ വലിച്ചു ഊരിയിട്ട് ബ്ലഡൊക്കെ പുറത്തേക്ക് വന്നിട്ട് അവിടെയൊക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് നേരെ കൊണ്ടുപോയി വട്ടക്കിണർ ഭാഗത്തെത്തിയപ്പോൾ ശൈഖുനാന്റെ കറാമത്ത് പുലർന്നു, കുട്ടി ജീവൻ പോയി. എന്താണോ ഈ കേൾക്കണത്? എന്താണ് ഈ പറയണത്? ഇവനെതിരൊക്കെ കേസ് എടുക്കണം ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ. സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു ഭ്രാന്തന്റെ ജൽപ്പനം കേട്ടിട്ട് കൊന്നു കളഞ്ഞു എന്നായി പറയണത്. എന്താണിത് കഥ? മടവൂരിന് കറാമത്തുണ്ടാക്കി കൊടുക്കണ വിലക്കെ പാടിയിരുന്നിട്ട് ഈ ഹംകള്, ഈ പെന്തക്കോസ്ത് മൊല്ലമാര് വട്ടം കൂടി ഇരുന്നിട്ട് ഷെയ്ത്താന്റെ അജണ്ട ഇവിടെ നടപ്പിലാകണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ,